ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് A2 മൂവി വ്ളോഗ്സ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ആഴ്ച റിലീസായ പാവക്കഥകൾ എന്ന് പറയുന്ന തമിഴ് ആന്തോളജി മൂവിയുടെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ തുടങ്ങിയവയ്ക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷനെ പറ്റി പറയുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇതിലെ ഓരോ മൂവീസിനെ പറ്റി നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ഇതിൽ ഞാൻ കണ്ട ആദ്യത്തെ മൂവിയാണ് പ്രകാശ് രാജ്, സായി പല്ലവി തുടങ്ങിയവർ അഭിനയിച്ച് വെട്രിമാരൻ ഡയറക്റ്റ് ചെയ്ത ഓ റിവർ എന്ന് പറയുന്ന മൂവി. അപ്പോൾ ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും കാസ്റ്റ് സിസ്റ്റത്തെയും ദുരഭിമാന കൊലയൊക്കെ പറ്റി പറയുന്ന ഒരു മൂവിയാണ്. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് തന്നെ ആദ്യം തുടങ്ങാം. പോസിറ്റീവ് എടുത്ത് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് പ്രകാശ് രാജിൻ്റെയും സായി പല്ലവിയുടെയും പെർഫോമൻസ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിലെ BGM കാര്യങ്ങളും. പിന്നീട് നെഗറ്റീവ്സ് എടുത്ത് പറയുകയാണെങ്കിൽ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു, ബട്ട് അത് നമ്മുടെ കാഴ്ച രീതി ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം അത്രയും മികച്ച രീതിയിൽ പുതിയ സിറ്റുവേഷൻസൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3.5 ഔട്ട് ഓഫ് 5 ആണ്. ഇതിൽ രണ്ടാമത്തെ മൂവി എന്ന് പറയുമ്പോൾ ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്ത് ഗൗതം വാസുദേവ് മേനോൻ തന്നെ അഭിനയിച്ച് സിമ്രനും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച വാൻമകൾ എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്ന ഒരു ക്രൈമിനെ പറ്റി പറയുന്ന മൂവി കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തത് ഫ്രഷ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ്. പിന്നെ നെഗറ്റീവ് സൈഡുകൾ പറയുകയാണെങ്കിൽ പ്രഡിക്റ്റബിലിറ്റിയും, പിന്നെ അതുമാത്രമല്ല ഈ കഥ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേട്ട് മടുത്ത കഥയാണ്, ബട്ട് നല്ല നല്ല സിറ്റുവേഷൻസിലൂടെ അത് മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3 ഔട്ട് ഓഫ് 5 ആണ്. ഇത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. ഇതിലെ മൂന്നാമത്തെ മൂവി വിഘ്നേഷ് ശിവൻ ഡയറക്റ്റ് ചെയ്ത് അഞ്ജലി, കൽക്കി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ച ലവ് പണ്ണ ഉത്രംഗം എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ ഈ മൂവി കാസ്റ്റ് സിസ്റ്റത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവിയാണ്. ഒരുപാട് മെസ്സേജും കാര്യങ്ങളും അതുപോലെ തന്നെ ഹ്യൂമറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രഫി, സോങ്സ്. പിന്നീട് പറയുകയാണെങ്കിൽ ഇത് കൈകാര്യം ചെയ്ത വിഷയം വീണ്ടും ഒരു പോസിറ്റീവായിട്ട് പറയാം. പിന്നീട് നെഗറ്റീവ് സൈഡുകളാണെങ്കിൽ ഇത് ഹ്യൂമറസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബട്ട് അത് അത്ര സുഖിച്ചില്ല. അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3.2 ഔട്ട് ഓഫ് 5 ആണ്. ഇതിലെ നാലാമത്തെ മൂവി എന്ന് പറയുമ്പോൾ സുധാ കോങ്കർ ഡയറക്റ്റ് ചെയ്ത് കാളിദാസ് ജയറാം, ശന്തനു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തങ്കം എന്ന് പറയുന്ന മൂവിയാണ്. ഈ ആന്തോളജിയിൽ 4 മൂവികളുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നിയ മൂവി ഇതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഒരു സമയത്ത് കണ്ണ് നനയുകയും ചെയ്തു. കാരണം അത്രയും നല്ലൊരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഉള്ള മൂവിയാണ്. നല്ലൊരു കാര്യത്തെയാണ് ഈ സിനിമയിൽ അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് കാളിദാസ് ജയറാമിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. മലയാളത്തിൽ പുള്ളി ഒരുപാട് പിന്നിലോട്ട് പോയപ്പോൾ നമുക്ക് പഴയ കാളിദാസ് ജയറാമിൻ്റെ മൂവീസൊക്കെ ഉണ്ടല്ലോ കൊച്ചിലെ അഭിനയിച്ച, അതൊക്കെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ ഈ മൂവിയെ വിശേഷിപ്പിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു എക്സ്ട്രീം ലെവലിലുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് രണ്ടാമത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. മൂന്നാമത്തത് സുധാ കോങ്കറുടെ ഡയറക്ഷൻ. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. പിന്നീട് നെഗറ്റീവ്സായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 4 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ ഈ ആന്തോളജി മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് തിന്മകളെയൊക്കെ വരച്ച് കാട്ടുന്ന മൂവീസാണ് ഇതിൽ മൊത്തം ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിൽ ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.